ഹലോ കുട്ടീസ്, നമുക്ക് ഒന്നാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ആ ബ് ആ ബ് അബ് അബ്. ആരാണ് അബ്? നമ്മുടെ ഫാദർ, നമ്മുടെ വാപ്പ, ഉപ്പ അല്ലേ? അപ്പം നമുക്ക് ആയാണ് എന്ത് ചെയ്യാനുള്ളത് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം അതൊന്ന് എഴുതിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, മുകളിൽ നിന്നും താഴേക്ക് ഒരു വര, ഒറ്റൊരു വര, വലിയ വര എന്തിട്ടാ വേണ്ട, ഒറ്റ ഒരു വര. അപ്പോൾ എന്തായി? ഒറ്റൊരു വര എന്തായി? അലിഫ്. അലിഫ്. ഈ അലിഫിന് മുകളിൽ ആര് കയറിയിരിക്കും? നമ്മുടെ ഹംസ കയറിയിരിക്കും. എങ്ങനെയാണ് നമ്മൾ ഹംസ എഴുതുന്നത്? നമ്മൾ ഇംഗ്ലീഷ് ലെറ്റർ സി എഴുതും അല്ലേ? ഈ സീൻ്റെ താഴെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വാല് കൊടുക്കും. അപ്പോൾ ആരായി? ഹംസായി. കുഞ്ഞ ഒരു സി എഴുതുക, ഒരു വാല് കൊടുക്കുക, ഹംസ. അപ്പോൾ അലിഫിന് മുകളിൽ ഹംസനെ കൊടുത്തിട്ട് അതിന് മുകളിൽ എന്ത് ചെയ്യും നമ്മൾ? ഫതഹ്, ഒരു ചെരിഞ്ഞൊരു വര, ഫതഹ്. നമ്മൾ ഫതഹ് എന്ന് പറയും. അപ്പോൾ എന്തായത്? ആ ആ. പിന്നെയോ അലിഫ് കൊടുക്കുക, താഴെ ഹംസ കൊടുക്കുക, കസർ കൊടുക്കുക. ഈ മുകളിൽ എഴുതുന്നത് ഫതഹ്, ഇത് കസർ, ഹംസ. ഇപ്പോൾ ഇതെന്തായി? ഇ ഇ. പിന്നെയോ അലിഫ് കൊടുത്തു, ഹംസ കൊടുത്തു, ലൊമ്മ കൊടുത്തു. എങ്ങനെ ലൊമ്മ ഇതാ? ഇങ്ങനെ ഒരു ചെറിയ കുഞ്ഞിലിങ്ങനെ വട്ടം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഫസ്റ്റ് എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ വരും അല്ലേ? ചിലപ്പോൾ വലിയതൊക്കെ ആക്കി എഴുതും, അലിഫിനേക്കാളും വലുപ്പം ഉണ്ടാവും ചിലപ്പോൾ. എന്ത് നമ്മുടെ ലൊമ്മക്ക് ഉണ്ടോ? അത് നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താവും? റെഡിയാവും കേട്ടോ. അപ്പം നമ്മൾ കുഞ്ഞത് എന്ത് ചെയ്താൽ ഇട്ട് കൊടുക്കുക, ഉ. അപ്പോൾ ആ ഇ ഉ. അലിഫിന് മുകളിൽ ഫതഹ് കൊടുത്താൽ ആ ആ ആ ആ ആ ആ ആ. അലിഫിന് താഴെ കസർ കൊടുത്താൽ ഈ ഈ ഈ ഈ ഈ ഈ ഈ. അലിഫിന് മുകളിൽ ലൊമ്മ കൊടുത്താൽ ഉ ഉ ഉ ഉ ഉ ഉ ഉ. അപ്പോൾ ആ ഇ ഉ. ക്ലിയർ ആയോ? നമുക്കൊന്നും കൂടെ എഴുതി നോക്കാം. അലിഫ്, ഹംസ, ഫതഹ്. എന്തായി? ആ ആ. അലിഫ്, താഴെ ഹംസ, കസർ. ഇപ്പോഴോ ഈ. വെരി ഗുഡ്. അലിഫ്, ഹംസ, ലൊമ്മ. എന്തായി? ഊ. ആ ഇ ഉ. സ്ലേറ്റിൽ എന്ത് ചെയ്യുക, എഴുതിയിട്ട് വായിച്ചിട്ട് എഴുതി പഠിക്കാം കേട്ടോ. അപ്പോൾ ആ ഇ ഉ മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ എഴുത്തൊക്കെ കഴിഞ്ഞു, ഉഷാറായിട്ട് പഠിച്ചു അല്ലേ? ഇനി നമുക്ക് ബാക്കി നോക്കാം. അബ് അല്ലേ? നെക്സ്റ്റ് ആ ബുൻ. ആ ബുൻ, അബുൻ, അബുൻ. ആ സാ ദുൻ, അസദുൻ, അസദുൻ. ആ ജിറുൻ, അജിറുൻ, അജിറുൻ. ആ ആ ആ ആ. ക്ലിയർ അല്ലേ? പിന്നെ നമുക്കിവിടെ എന്താണ്? അലിഫും ഹംസയും. നമുക്ക് അലിഫും ഹംസയും
എഴുതിയിട്ട് പഠിക്കാനാണ് കേട്ടോ. അപ്പോൾ അതിനുള്ളിലുള്ള വരയിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, അലിഫിനെയും ഹംസയെയും എഴുതാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എന്താണ്, നെഖ്റ, നമുക്ക് വായിക്കാം. അലിഫിനെ നമ്മൾ റൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ, അതിനെ നേരെ ഓരോ ഹാരോ കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 3 വാക്കുകളും 3 അക്ഷരങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ അലിഫിനോട് കൂട്ടിയിട്ട് അത് വായിക്കണം. ഇവിടെ നമുക്ക് കാണാം എന്ത്, ബുൻ. ആ ബുൻ എന്നതിനെ നമ്മൾ അലിഫിനോട് കൂട്ടിയിട്ട് വായിക്കുമ്പോൾ എന്തായി, അബുൻ, അബുൻ. പിന്നെ ആ സദുൻ, അസദുൻ, അസദുൻ. ആ ജിറുൻ, അജിറുൻ. അടുത്തത് നൗ ദാഇറത്തുൻ അല ആ. ഈ 3 വാക്കിന് നമ്മൾ എന്ത് ചെയ്യുക, ആക്ക് നമ്മൾ വട്ടം കൊടുക്കുക. ആന മാത്രം നമ്മൾ എന്ത് ചെയ്യുക, വട്ടത്തിൻ്റെ ഉള്ളിലാക്കി കൊടുക്കുക. അസദുൻ, അസദിൻ്റെ ആന നമ്മൾ എന്ത് ചെയ്യണം, വട്ടത്തിൻ്റെ ഉള്ളിൽ അടച്ചിടണം. പിന്നെയോ അജിറുൻ, അതിലും ഈ ആന നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടിയിടാം അല്ലേ. പിന്നെയോ അബുൻ, അബിൻ്റെ ആനയും നമുക്ക് അങ്ങനെ 3 ആയയും നമ്മൾ എന്ത് ചെയ്തു, വട്ടത്തിൻ്റെ ഉള്ളിൽ കൂട്ടിയിട്ടു അല്ലേ. അടുത്തത് എന്താ, 3 ബലൂൺ അല്ലേ. ബലൂണിൻ്റെ ഉള്ളിൽ ഓരോ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യണം, ആന നമുക്ക് കണ്ടുപിടിക്കാം. ആ, ഇതെന്താണ്, ആ. ഇതോ, ഇതും ആ. ഇതോ ഊ അല്ലേ. ഇവിടെ ലൊമ്മാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഊ. അപ്പോൾ ഇതും ആണ് എന്ത്, ആ. പിന്നെ അടുത്തത് എന്താണെന്നറിയോ, നമുക്ക് കളർ കൊടുക്കാനാണ് അല്ലേ. വലിയ 4 അലിഫ് കൊടുത്തിട്ടുണ്ട് അവിടെ. ആ അലിഫിന് നമ്മൾ എന്ത് ചെയ്യണം, കളർ കൊടുത്തിട്ട് നല്ല സുന്ദരം കുട്ടപ്പന്മാരാക്കണം. നിങ്ങളാക്കൂലേ? ആ, ഇതിലുള്ള ഒന്നും രസമല്ല അല്ലേ. നിങ്ങൾ നല്ല ഉഷാറിൽ എന്ത് ചെയ്യണം, സൂപ്പറായിട്ട് കൊടുത്തിട്ട് നല്ല സുന്ദരന്മാരോ സുന്ദരികളൊക്കെ ആക്കണം. റെഡിയല്ലേ? ഓക്കെ. പിന്നെന്താണ്, നഴ്സും. ഇവിടെ കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബോക്സിനുള്ളിൽ കുറേ കുത്തുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ കുത്തുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, യോജിപ്പിച്ച് കൊടുക്കുക. ഇതിൽ ഓൾറെഡി യോജിപ്പിച്ചതാണ് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യുക, യോജിപ്പിക്കുമ്പോൾ ഓരോ അക്ഷരങ്ങൾ കിട്ടും അല്ലേ. അലിഫും ഹംസയും, നമുക്ക് അലിഫിനെയും ഹംസയെയും ഉഷാറായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് അല്ലേ, എഴുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അതവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം അതിലൂടെ എന്ത് ചെയ്യുക, വളയാതെ തിരിയാതെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ആ കുത്തിലൂടെ യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, നക്തുബു, നമുക്ക് എഴുതി കൊടുക്കാനാണ്. 3 ബോക്സിലായിട്ട് എന്തുണ്ട്, അലിഫ്, ഹംസ, ആ. ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, ഈ താഴെ നിന്ന് മുകളിലേക്ക് എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. ആദ്യം ഇവിടെ ആ എഴുതുക, പിന്നെ ഇവിടെ ഹംസ എഴുതുക, ഇവിടെ ആ എഴുതുക, പിന്നെ അലിഫ്. അങ്ങനെ എന്ത് ചെയ്യുക, താഴെ നമ്മൾ മുകളിലേക്ക് എഴുതി കൊടുക്കുക. അതെന്തിനാ അങ്ങനെ, അത് നമുക്ക് നല്ല വൃത്തിയിൽ എഴുതി പഠിക്കാൻ. കാരണം എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ എഴുതുമ്പോൾ നമ്മൾ ഇവിടെ നോക്കിയിട്ട് പിന്നെ എവിടെ എഴുതും, പിന്നെ ഇതിൽ നോക്കിയിട്ട് നമ്മൾ എഴുതും. അപ്പം നമുക്ക് എന്ത് ചെയ്യൂല, കറക്റ്റായിട്ട് നല്ലൊരു ഉഷാറിലൊരു വൃത്തി കിട്ടൂല. അപ്പോൾ കുഞ്ഞു അക്ഷരമാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് എഴുതുമ്പോൾ നമ്മൾ മുകളിലുള്ളതിനെ നമ്മൾ നോട്ട് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉഷാറിൽ എഴുതാൻ പറ്റും. അപ്പോൾ താഴെ നിന്ന് എന്ത് ചെയ്യുക, മുകളിലേക്ക് ഈ 3 എഴുതി കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് എന്താണെന്നറിയോ, നമ്മുടെ ഖുറാനിലുള്ള ഒരു ആയത്തിൻ്റെ കുറച്ച് ഭാഗമാണ്. നോക്കാം. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ആയനെ കണ്ടുപിടിക്കാം. ഔ അമറ ബിത്തഖ്വ, ഔ അമറ
ബിത്തഖ്വ. ഇവിടെ നമുക്ക് 2 നെ കാണാം അല്ലേ. അപ്പോൾ നമുക്ക് ഖുറാനിൽ ഒരുപാട് ആയുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു കുഞ്ഞൊരു ഇത് തന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആയും ഹംസയും എന്ത് ചെയ്യുക, ഉഷാറിൽ എഴുതിയിട്ടും വായിച്ചിട്ടൊക്കെ പഠിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.